ആരെങ്കിലും വിശ്വസിച്ചിരുന്നാണ് യോഹന്നാൻ 2:23-25 മനസ്സില് ഈശോ ആരെയും വിശ്വസിക്കുന്നില്ല. നിങ്ങളോ വിശ്വസിച്ചില്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? വേണ്ടുന്നില്ലല്ലേ? അടിയത്തെ പോലെ ഇല്ലയോ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. കടന്നു കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജാമ്യയിൽ നിന്ന് പണം അടച്ചോ? അവരടച്ചിട്ട് നിങ്ങൾ അടച്ചില്ലേ? നോട്ടീസ് വന്നില്ലേ? ആ വിശ്വസ്തരെല്ലാവരും പഠിച്ചില്ലേ? എന്തുകൊണ്ടാണ് ഞാനല്ല ദൈവം ഈശ്വരനെ ഞാൻ ഓർത്തവില്ല. അപ്പോൾ 3:17 യഥാർത്ഥ ഞാനല്ല, യഥാർത്ഥ ഞാനില്ലാത്തതുകൊണ്ടാണ് എന്തെല്ലാം പഠിപ്പിച്ചാകുന്നത്. 6 തവണ കേൾക്കാൻ വിശ്വസിച്ചറിയില്ലേ? പണം കിട്ടാമെന്ന് പറഞ്ഞാൽ പലിശ കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ ഉടനെ പണം എടുത്ത് കൊടുക്കില്ല. പ്രഭാഷണം 10 പല കാര്യത്തിൽ പെടാൻ പാടില്ല, പോയി ചാടാൻ പാടില്ല. മകനെ പല കാര്യങ്ങളും ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ വ്യക്തിപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയും രക്ഷപ്പെടുകയില്ല. ഒരു കൂട്ടുകാരനെ കണ്ട് അപ്പം വീട്ടിൽ വെട്ടിക്കൊണ്ട് അല്ലേ ട്രെയിനിൽ വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ കല്യാണം വീട്ടിൽ ചെല്ലുമ്പോ ഉടനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് കൈ കൊടുത്ത കൂട്ടുകാരനായില്ലേ? പ്രഭാഷകൻ 11:29-34 വനത്തില് എന്താണ് പ്രഭാഷകൻ സിറാക്കിന്റെ മകൻ ജീസസ് എഴുതിയതാണ്, തന്റെ ഹൃദയാഘാതത്തിൽ നിന്ന് എഴുതിയാണ്, വലിയ ജ്ഞാനമാണ്. യഥാർത്ഥ സ്നേഹിക്കും. ഇതുകൊണ്ടാണ് പ്രഭാഷകൻ യഥാർത്ഥത്തില് കത്തോലിക്കൻ ദൈവത്തിന്റെ മാത്രകളുള്ളത്. ദൈവത്തിന്റെ ജ്ഞാനമാണത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് മാതാവിനെല്ലാം തള്ളി പറയുന്നത്. എന്നാൽ ബാബുക്ക് പ്രവാചകൻ പറയുന്ന 4:1-4 വിടവേണം മടങ്ങി വരിക, വിശ്വസ്തരാകാൻ മാതാവിനോട് വിശ്വസിക്കും. എല്ലാവരും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിനടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവന്റെ ദൗർബല്യങ്ങൾ ഒത്തുനോക്കുന്നു. എല്ലാവരും വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുമോ? ഒരു പൈവിൽ പിടിച്ചു വിട്ടുകഴിഞ്ഞാൽ അപ്പൊ കേട്ടിരിക്കുമോ? നിങ്ങൾക്ക് ജ്ഞാനമില്ല. 1 കൊരിന്ത്യർ 12:9-10 വിശ്വാസപരമില്ല. ആത്മാക്കളെ വിവേചിക്കാനുള്ള വരവില്ല. 1 യോഹന്നാൻ 4:1 ആത്മാക്കളെ വിശ്വസിക്കരുത്. ലോകത്തിൽ അനേകം ആത്മാക്കളുണ്ട്, അരുതിയുണ്ട്. അതാണ് 2 യോഹന്നാൻ 6:11 ഇവർ വന്നാൽ വീട്ടിൽ കസേരയിട്ട് കൊടുത്തുകൊണ്ടെന്ന് പറയുന്നത്. അവർ ഉദ്ദേശം വേറെ കാര്യമുണ്ട്. പ്രഭാഷകൻ 37-10 വനത്തില് അനേക ഉപദേഷ്ടാക്കളുണ്ടാകാം. ഉപദേഷ്ടാക്കളെല്ലാം അവരുടെ സ്വന്തം കാര്യത്തിന് വരികയാണ്. ധനമോഹമായിരിക്കും എല്ലാത്തിന്റെ അടിസ്ഥാനം. അതാണ് 6:3-5 വായിച്ചത്. എല്ലാ ഉപദേശങ്ങളും മാർഗനിർദ്ദേശമുണ്ട്. എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശങ്ങളെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവൻ ലക്ഷ്യം പിടിക്കണം. അവൻ നിന്നെ ചർച്ചയിൽ വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാൻ അവൻ തുടങ്ങും. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അവൻ മാർഗെടുക്കും. നിന്നെ സംശയിക്കുന്നതിനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാളികളോട് ലക്ഷ്യം ഏർപ്പെടുത്തരുത്. അവർ സ്നേഹം വന്നു കഴിഞ്ഞാൽ ദൈവീയ സ്നേഹമായിട്ട് പെടുന്നത് 1 യോഹന്നാൻ 4:7 വാക്യത്തില് ദൈവസ്ഥലത്തിൽ ജനിച്ചാൽ പാപം ചെയ്യാൻ സാധ്യമല്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതാണ് 1 യോഹന്നാൻ 4:5-16 ദൈവസ്നേഹം കൂടി വരുമ്പോഴാണ് ഈശോ ദൈവപുത്രനാണെന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ മതക്രിസ്ത്യരെല്ലാം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവസ്നേഹം വന്നു കഴിയുമ്പോഴാണ്. അപ്പൊ കൃപയാകും. പിന്നെ അവരെല്ലാം പ്രവർത്തിക്കുന്ന മതക്രിസ്ത്യൻ അല്ല, കൃപയാണ്. ഈ കൃപ നിങ്ങളുടെ പ്രമാണം വെറുതെ ധൈര്യമായി തോന്നുന്നു. അപ്പൊ കൃപയിൽ വരണം. കൃപയിൽ വരുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് വിട പറയും. 1:4-1-5 വായിക്കുക. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾ കാണുന്നതായിരിക്കും. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കണം. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾ കരുതപ്പെട്ടല്ല, ദൈവഹിതത്തിനെത്താണ് ചെയ്യുന്നത്. വിചാരികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ
അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മദ്യോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒരുക്കി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു. എന്റെ അർത്ഥം മനസ്സിലായേ? പണ്ട് നിങ്ങള് നിഷിദ്ധമായ പലതിലും പെട്ടുകിടന്നിരുന്നാണ്. കണ്ടോ? നിഷിദ്ധമായ എന്തിലൊക്കെ ഉണ്ടായിരുന്നു? വിജാതികൾ ചെയ്യാൻ വിദ്യാഭ്യാസം ചെയ്യാൻ ഇഷ്ടപ്പെട്ടതുപോലെ അഴിഞ്ഞാട്ടം കുടിച്ചു കഴിഞ്ഞ് അഴിഞ്ഞാട്ടം കണ്ടിട്ടില്ലേ? കുടിയന്മാരൊന്നും കണ്ടിട്ടില്ലല്ലേ? കുടിക്കുന്നൊന്നും കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ വണ്ടി കൊണ്ടെന്നൊന്നും അറിയാമോ? ഇല്ലല്ലേ? ആരും കണ്ടിട്ട് കോട്ടയത്ത് അറിയാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. ബ്രാൻഡിയും ബിയറും കൂടി കൂട്ടിക്കുടിച്ചാൽ അവന് ഒഴുകാം. അഞ്ച് ഇരുപത്തിരണ്ട് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കുടിക്കുന്നോടും 5:11 മദ്യപാനികളുടെ സകല തീരുമാനങ്ങളും തെറ്റായിരിക്കും. 28:7 സുഭാഷിതങ്ങൾ 23 29-35 വനത്തില് അണലി പാമ്പാണ്. അത് മദ്യം കഴിക്കുന്ന ആ കൊത്തു അണലി കുത്തിയാലെല്ലാം മരണമാണ്. അതുകൊണ്ടാണ് പല മനുഷ്യന്മാരുടെ ഭരണത്തിലെല്ലാം ചിത്തഭ്രമം ഉണ്ടാവും. മാനസിക രോഗികൾ 1, 2, 3 ഒക്കെ കാണും ചിലപ്പോ. അതാണ് ജർമ്മനി 25:16 ചിത്തഭ്രമം വരുമെന്ന്. അപ്പൻ മകനിട്ടും തല്ലും, മകൻ അപ്പനിട്ടും തല്ലും. ഒരു 17 വയസ്സാകുന്ന മകൻ. അപ്പോഴേ അമ്മക്ക് മനസ്സമ്മതം വരുള്ളൂ. അതുകൊണ്ടാണ് ജർമ്മിയ 13, 12, 14 വനം മകനെടുത്തിട്ട് അപ്പനെ തല്ലും. മറ്റേ വീട്ടില് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ്. കണ്ടോ? എല്ലാം മദ്യപാനമാണ്, മദ്യത്തിനാണ്. അതില്ലെങ്കിൽ നമ്മുടെ കല്യാണം ശരിയാകില്ല. അറിയില്ല, പറ്റിയില്ല. മദ്യപാനം കുടിച്ചില്ലെങ്കിൽ ദൈവം കുടിപ്പിക്കും. അതാണ് തെളിഞ്ഞ വായിച്ചതിന്റെ 25 27-29 വേണം. നമുക്ക് കുടിച്ച് ചോറ് ഛർദ്ദിക്കും. പറയുക അതാണ് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഗോവയിലൊക്കെ ചെല്ലുമ്പോൾ എവിടെ നോക്കിയാലും വിനോദമാണ്. കണ്ടോ? ചില പ്രത്യേക സ്ഥലത്ത് എന്താ ഇന്ത്യയിലേക്ക് ഇവരുടെ പൗരസ്ത്യ വിനകളെല്ലാം കല്യാണം കഴിക്കാൻ ഉണ്ടോ? അല്ലെങ്കിൽ വിചാരിച്ചു കൊണ്ടുപോകുന്നതല്ല. 1 തിമോത്തി 5 3-14 വനത്തില് വായിക്കുന്നു. നീ അവരോട് പറയുക, ഇസ്രായേൽ ദൈവമായ സൈനിക കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് മതിച്ച് ഛർദ്ദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ കളയാൻ പോകുക. നിങ്ങൾ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരും എന്ന് സൈനിക കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുമ്പോൾ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ ഭൂമിയിലുള്ള സകല ജനതകളുടെയും നേരെ ഞാൻ വാൾ അയക്കാൻ പോകുന്നു. സൈനികരുടെ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ആമോസ് പ്രവാചകൻ 4:1-5 വനത്തിൽ പറഞ്ഞത് ഭാഷാ പശുക്കളെ സഹോദരികളും ചില സ്ഥലങ്ങളിൽ നല്ല പുതിയ ഗോവയിലൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇവിടെയൊക്കെ നല്ലവരായിരുന്നു. അവിടെ നല്ലോണം കുടിക്കും. മാമം നടന്നു. ഭാഷാ പശുക്കളായി ജ്യേഷ്ഠരെ പീഡിപ്പിക്കുകയും അവസരെ ചവിട്ടി അയക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യും. ഭർത്താക്കന്മാരോട് പറയുന്നത് എനിക്ക് കുടിക്കാനാണ്. ഞാൻ കിടന്നുറങ്ങുന്നത് ഇതൊരു കുടിച്ചിട്ട് പറ്റുന്നു. കാരണം ഈ അവസ്ഥയിൽ വരും. ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത്? 1 Corinthians 9:14 വനത്തില് 9 പാപങ്ങൾ നിരത്തി വെച്ചു. അതിൽ മദ്യപാനമുണ്ട്. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. അത് പിശാച് പറഞ്ഞു കൊടുക്കും. ഇല്ല, സ്വല്പം കുടിക്കാം. അവിടെ ഇവിടേക്കൊണ്ട് കണ്ടോ? കുടിക്കാം. നിങ്ങൾക്ക് ഒന്നേ പറഞ്ഞില്ല. സ്ഥാപനം വീഞ്ഞ പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃപയുടെ ശക്തി. കണ്ടോ? ഞങ്ങൾ ആദ്യം കർത്താവിലൊക്കെ വന്ന ശേഷം ചിലർ വൈന് കൊടുത്ത് എടുത്ത് മണത്ത് ദിവസം നോക്കുമ്പോൾ ചിലർ കുടിച്ചവരെ താഴെ വീഴും. കാരണം അതിന്റെ ചാരായം കൊടുത്ത് സാത്താൻ പാപം ചെയ്തില്ലെങ്കിൽ പാപം ചെയ്യിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കും. ഇതാണ് സാത്താന്റെ പ്രവർത്തനം. അതാണ് ഏറ്റവും വലിയ ഡെഫിനിഷൻ ബൈബിളിലുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 13:10 സാത്താൻ ആരാണെന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കാണാൻ പഠിപ്പിക്കണം. സാത്താന്റെ സന്താനമേ, സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായ സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ. അപ്പൊ സാത്താൻ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിന് ദൈവത്തിന്റെ സകല നേർവഴികളും അവർ ദുഷിപ്പിക്കുക. കേട്ടോ?
എന്ത് പറഞ്ഞാലും വിപരീതം പറയണം. എന്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കും. അവൻ കുറ്റങ്ങളാണ്. യോഹന്നാൻ 8:44 അവൻ മോണയുടെ പിതാവുമാണ്. അതും ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം എല്ലാവരും. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിനുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്നാൽ അവൻ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നേരെ പിതാവാണ്. അവനെ തകർക്കാനാണ് കർത്താവ് നമുക്ക് രൂപകൽപ്പന